വിഷുവും കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ആഘോഷം നവരാത്രി ആയിരിക്കും. ഞാൻ ദീപാവലിയെ മറക്കുന്നില്ല, പക്ഷെ അതെല്ലാം ഒരു ദിവസം മാത്രം. ഓണവും നവരാത്രിയുമാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ. നവരാത്രി ആഘോഷങ്ങൾ ഏറ്റവും വിപുലമായി ആചരിക്കുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്തായിരിക്കും. അതിന് കാരണമുണ്ട്. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരു രാജകീയ പരിവേഷമാണ് ഉള്ളത്. ഈ നവരാത്രി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കന്യാകുമാരി ജില്ലയിൽ ഉള്ള 3 ദേവതമാരെ തിരുവനന്തപുരത്തേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവരും. അതിലൊന്ന് തക്കല പത്മനാഭപുരം കൊട്ടാരത്തിനോട് അനുബന്ധിച്ചുള്ള ചെറിയൊരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ സരസ്വതി അമ്മൻ. രണ്ടാമത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ശുചീന്ദ്രത്തിലെ ക്ഷേത്ര പരിസരത്തുള്ള 300 നങ്ക എന്ന ദേവത. മൂന്നാമതായിട്ട് കുമാരകോവിലിലെ വേലായുധ സ്വാമി. ഇതിലെ വേലായുധ സ്വാമിയുടെയും 300 നങ്കയുടെയും ഉത്സവ വിഗ്രഹങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ സരസ്വതി അമ്മൻ്റെ വിഗ്രഹം തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അത്രയും ദിവസങ്ങൾ ഈ തക്കലയുള്ള ക്ഷേത്രം അടച്ചിടും. ഈ 3 വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്, ചരിത്രവുമുണ്ട്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ വേണാടിൻ്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നത് പത്മനാഭപുരമാണ്. അതിന് പത്മനാഭപുരം എന്ന പേര് കിട്ടുന്നത് മാർത്താണ്ഡവർമ്മ 1750 തൃപ്പടിദാനം നടത്തിയതിന് ശേഷമാണ്. അതിനു മുമ്പ് അവിടെ തക്കല എന്നാണ് അറിഞ്ഞിരുന്നത്. ഈ തക്കല ആസ്ഥാനം ആകുന്നതിന് മുമ്പ് ഇരണിയൽ കുറച്ചു കാലം വേണാടിൻ്റെ ആസ്ഥാനമായിരുന്നു. തൊട്ടടുത്തുള്ള കേരളപുരം ഇനിയും കുറച്ചു കാലം വേണാടിൻ്റെ ആസ്ഥാനമായിരുന്നു. എങ്കിലും പത്മനാഭപുരം വളരെ കാലം ആസ്ഥാനമായി തുടരുകയായിരുന്നു. അങ്ങനെയിരിക്കെ മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുകയും അതിനെ തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ തിരുവിതാംകൂർ ഒരു വിശാലമായ ഭൂപ്രദേശമായി മാറുകയും ചെയ്തു. സ്വാഭാവികമായി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കൂടുതൽ സമയം താമസിക്കേണ്ടതായിട്ട് വന്നു. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഒരു പദ്ധതിയായിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രം അതിനെ പുനർനിർമ്മിക്കുക. ഒരു തീപിടുത്തത്തെ തുടർന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ഏതാണ്ട് നാശോന്മുഖമായി നിലകൊള്ളുകയായിരുന്നു. അങ്ങനെ കൂടുതൽ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് താമസിക്കണമെന്നുള്ളത് കൊണ്ട് ഈ നവരാത്രി കാലത്ത് മാത്രം അദ്ദേഹത്തിന് പത്മനാഭപുരത്തേക്ക് മടങ്ങിപ്പോവുക പ്രയാസമായിട്ട് വന്നു. അങ്ങനെ വന്നതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു നവരാത്രി ആഘോഷവും തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ആകാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹമാണ് ഈ 3 വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് തീരുമാനിക്കുന്നത്. ഈ 3 വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരുപാട് ചടങ്ങുകളുണ്ട്. ആദ്യം സരസ്വതി അമ്മനെ ആ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ വടക്കുവശത്തുകൂടി അതിൻ്റെ മുൻവശത്തുള്ള ഗണപതി കോവിലിൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോഴേക്കും കുമാരകോവിലിൽ നിന്നുള്ള വേലായുധ സ്വാമിയുടെ ഉത്സവ വിഗ്രഹം അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏതാണ്ട് അതേസമയം തന്നെ ശുചീന്ദ്രത്തുള്ള 300 നങ്കയുടെ വിഗ്രഹവും കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു കുഴിത്തറ ആറ് കടക്കണം. അത് കഴിഞ്ഞ് നെയ്യാറ് കടക്കണം. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ കരമനയാറ് കടക്കണം. അത് 3 പേരെയും കൊണ്ടുവരുന്നത് 3 വിധത്തിലാണ്. ഒരു പല്ലക്കിലാണ് ഈ ശുചീന്ദ്രത്ത് നിന്നുള്ള 300 നങ്കയെ കൊണ്ടുവരുന്നത്. അതുപോലെ സരസ്വതി അമ്മനെ കൊണ്ടുവരുന്നത് ഒരു ആനപ്പുറത്താണ്. എന്നാൽ വേലായുധ സ്വാമിയെ കൊണ്ടുവരുന്നത് അത് കുതിരപ്പുറത്തിരിക്കുന്ന വേലായുധ സ്വാമിയാണ്
എങ്കിലും ആ കുതിരപ്പുറത്തിരിക്കുന്ന വേലായുധ സ്വാമിയെയും ഒരു പല്ലക്കിലാണ് കൊണ്ടുവരുന്നത്. ചുരുക്കത്തിൽ 2 പല്ലക്കുകളും ഒരാനയും ഇതിനായിട്ട് മാറ്റിവെക്കും. അതിന് ചുറ്റുവട്ടത്തായിട്ട് വാദ്യഘോഷങ്ങൾ മുഴക്കുന്നവർ, പൂജാരിമാർ, കീർത്തനങ്ങൾ പാടുന്നവർ, അങ്ങനെ ഒരു സംഘം എല്ലാം കൂടി ചേർന്ന് വളരെ ആഘോഷത്തോടെയാണ് കൊണ്ടുവരുന്നത്. ഈ സമ്പ്രദായം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പത്മനാഭപുരത്തുകാർ പ്രതിഷേധിച്ചു. ഞങ്ങളെ മറന്നോ? അവിടെ ശക്തമായ വില്ലേജ് കൗൺസിൽസ് ഉണ്ട്. അതിന് പിടാക എന്നാണ് പറയുന്നത്. ആ പിടാകകൾ ഏതാണ്ട് 22ഓളം പിടാകകൾ ഈ കന്യാകുമാരി ജില്ലയിൽ, ഇന്നത്തെ കന്യാകുമാരി ജില്ല, അന്ന് വേണാടിൻ്റെ ഭാഗമാണ്, അവിടെ ഉണ്ട്. അവർ പ്രതിഷേധിച്ചപ്പോൾ രാജാവ് അവരെ സമാധാനിപ്പിച്ചു. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഗംഭീരമായ ഒരു നവരാത്രി ആഘോഷം നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു നവരാത്രി ആഘോഷം സ്വാതി തിരുനാൾ രാമവർമ്മ നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് പത്മനാഭപുരത്തുകാർക്ക് പ്രതിഷേധമൊന്നുമില്ല, തിരുവനന്തപുരത്ത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ മാർത്താണ്ഡവർമ്മ തന്നെ ഒരു തവണ നവരാത്രി ആഘോഷം മാവേലിക്കര വെച്ചാണ് നടത്തിയത്. മാവേലിക്കര അന്ന് തിരുവിതാംകൂറിൻ്റെ വാണിജ്യ ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ രാജാവിനും അവിടെ നവരാത്രി കാലത്തും അവിടെ തന്നെ താമസിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഈ നവരാത്രി ആഘോഷം അവിടെ വെച്ച് മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ സരസ്വതി അമ്മനും മറ്റ് ദേവതമാരും മാവേലിക്കരയിലേക്ക് എത്തി. അവിടെ വെച്ചാണ് 9 ദിവസവും വിസ്തരിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പല വർഷങ്ങളിലും ഈ നവരാത്രി ആഘോഷങ്ങൾ മാവേലിക്കര വെച്ച് നടന്നിട്ടുണ്ട്. അതിന് കാരണം അപ്പോഴേക്കും മൈസൂർ ആക്രമണത്തിൻ്റെ ഒരു ഭീഷണിയെ തിരുവിതാംകൂർ നേരിടുകയാണ്. വടക്കൻ ജില്ലകളിലെ ജനങ്ങളെ നേരിട്ട് കാണുകയും ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അവരുടെ പരിപൂർണമായ പിന്തുണ തിരുവിതാംകൂറിന് സമാഹരിക്കുകയും വേണമെന്നുള്ളത് കൊണ്ട് രാജാവും അതുപോലെ തന്നെ രാജാവിൻ്റെ പ്രിയങ്കരനായ ദിവാൻ രാജാ കേശവദാസനും ഈ വടക്കൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 1788, 1789, 1791, 1804 എന്നീ വർഷങ്ങളിൽ മാവേലിക്കര വെച്ച് നവരാത്രി ആഘോഷങ്ങൾ നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തും ഒരു നവരാത്രി ആഘോഷം മാവേലിക്കര വെച്ച് നടന്നു. അത് 1755 അന്നത്തെ സാഹചര്യം മറ്റൊന്നായിരുന്നു, പറഞ്ഞുവല്ലോ. ഒരു തവണ ഹരിപ്പാട്ട് വേലായുധസ്വാമിയുടെ ക്ഷേത്രത്തിൽ വെച്ചും തിരുവിതാംകൂർ നവരാത്രി ആഘോഷിക്കുകയുണ്ടായി. അത് 1796 പിന്നെ ഏറ്റവും കൂടുതൽ കാലം നവരാത്രി ആഘോഷിച്ചത് പത്മനാഭപുരം കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് വെച്ചാണ്. നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്ത് വരും. ആ 3 വിഗ്രഹങ്ങളും പത്മനാഭസ്വാമിയെ പ്രദക്ഷിണം വയ്ക്കും. അത് കഴിഞ്ഞ് സരസ്വതി അമ്മൻ അതിഥിയായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വലത്തുവശത്തുള്ള നവരാത്രി മണ്ഡപത്തിലാണ് അവരെ ആസനസ്ഥയാക്കുന്നത്. 9 ദിവസവും അവിടെ വിശേഷാൽ പൂജയുണ്ടാവും. എന്ന് മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവിടെ പൂജ നടത്തേണ്ടത്. വൈകുന്നേരങ്ങളിൽ അതിന് കാവൽ നിൽക്കേണ്ടത് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ആരാച്ചാരാണ്. ആ വിഗ്രഹം മോഷണമൊന്നും പോകരുത്. അതിനുവേണ്ടി അതിൻ്റെ സെക്യൂരിറ്റിയുടെ ചുമതല ആരാച്ചാർക്കാണ്. അതേസമയം ഈ ശുചീന്ദ്രത്ത് നിന്ന് കൊണ്ടുവരുന്ന 300 നങ്കയുടെ വിഗ്രഹം ചെന്തിട്ട ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അവിടെ ആണ് ആ വിഗ്രഹം വയ്ക്കുന്നതും പൂജ 9 ദിവസം നടത്തുന്നതും. വേലായുധ സ്വാമിയുടെ വിഗ്രഹമാകട്ടെ ചാലയ്ക്കടുത്തുള്ള ആര്യശാലയിൽ അവിടെയാണ് അത് സ്ഥാപിക്കുന്നത്, അവിടെയാണ് പൂജയും. ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പട്ടാളക്കാരുടെ ഗൺ സല്യൂട്ട് ഈ വിഗ്രഹങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ 1948 തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് ഇല്ലാതാവുകയും തിരുവിതാംകൂർ എന്ന ഒരു ഇന്ത്യൻ യൂണിയനിലെ ഒരു ഘടകം നിലവിൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒന്നിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും അത് കഴിഞ്ഞ് 1956 കേരളമായി. പക്ഷേ ഈ പതിവുകൾക്കൊന്നും ഒരു മുടക്കവും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, പട്ടാളക്കാരുടെ ഗൺ സല്യൂട്ടിന് പകരം ഇപ്പോൾ പോലീസുകാരുടെ ആംഡ് പോലീസിൻ്റെ ഗൺ സല്യൂട്ടാണ് ഈ 3 നാഞ്ചിനാട്ടിൽ നിന്ന് വരുന്ന 3 ദേവതമാർക്കും ലഭിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരു ദേവതമാർക്കും ഇങ്ങനെ ഒരു പോലീസ് സല്യൂട്ട് തുടർച്ചയായ 9 ദിവസങ്ങൾ ലഭിക്കുന്നുണ്ടാവില്ല. പഴയ ആചാരങ്ങളൊക്കെ അത്ര കൃത്യമായി അതിൻ്റെ എല്ലാ ആഡംബരത്തോടെയും പ്രാബല്യത്തോടെയും ഇന്നും നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഈ വിഗ്രഹത്തിന്, ഈ സരസ്വതി അമ്മൻ്റെ വിഗ്രഹത്തിനൊരു സവിശേഷതയുണ്ട്. ഇത് കമ്പർ പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്നാണ് ഐതിഹ്യം. അതായത് കമ്പരാമായണം എഴുതിയ, തമിഴ് ക്ലാസിക് കാവ്യമായ കമ്പരാമായണം എഴുതിയ കമ്പരുടെ പൂജാ വിഗ്രഹമായിരുന്നു ഈ സരസ്വതി അമ്മൻ്റെ വിഗ്രഹം. സരസ്വതി അമ്മൻ്റെ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളിലെ സരസ്വതി അല്ല ഈ വിഗ്രഹത്തിൽ നമ്മൾ കാണുന്നത്. ഒരു രുദ്രാക്ഷമാലയും അതുപോലെ അമൃതകുംഭം നിറച്ച ഒരു പാത്രവുമാണ് സരസ്വതിയുടെ കൈകളിൽ അഭയവരദ മുദ്ര മുൻകൈകളിൽ അങ്ങനെയുള്ളൊരു ചെറിയ മനോഹരമായ വിഗ്രഹമാണ് തിരുവനന്തപുരത്ത് 9 ദിവസങ്ങളിൽ ഭക്തന്മാരുടെ ആരാധനയ്ക്ക് പാത്രമായിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. എന്ന് മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ കച്ചേരികളുണ്ടാവും, പാട്ട് കച്ചേരികൾ, സംഗീത നിവേദ്യങ്ങൾ ഉണ്ടാവും. ആദ്യകാലങ്ങളിൽ മുല്ലമൂട്ട് ഭാഗവതർ എന്ന് പറയുന്ന ആസ്ഥാന ഗായകന്മാരാണ് ഈ തിരുവനന്തപുരത്തെ നവരാത്രി മണ്ഡപത്തിൽ കുടികൊള്ളുന്ന ദേവതയെ പ്രകീർത്തിച്ച് കീർത്തനങ്ങൾ പാടിയിരുന്നത്. എന്നാൽ സ്വാതി തിരുനാൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുകയും സ്വാതി തിരുനാൾ ദേവിയുടെ 9 കീർത്തനങ്ങൾ ഇതിനായി പ്രത്യേകം രചിക്കുകയും അത് ചിട്ടപ്പെടുത്തുകയും അത് പ്രത്യേക ഗായകന്മാരെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള നവരാത്രി ആഘോഷങ്ങൾക്ക് രൂപം കൊടുത്തത് അവസാനത്തെ നാടുവാഴിയായ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ മാതാവായ സേതു പാർവതിബായിയാണ്. അങ്ങനെ അവർ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഗായകരെ ഇവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ സംഗീത പ്രാഗൽഭ്യം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഏതായാലും തിരുവനന്തപുരത്തെ ഈ നവരാത്രി കാലത്തെ കച്ചേരിക്ക് പാട്ടുപാടാൻ ഒരു ക്ഷണം കിട്ടുന്നത് വലിയ ഒരു ബഹുമതിയായിട്ടാണ് ദക്ഷിണേന്ത്യയിലെ ഗായകന്മാർ എല്ലാം തന്നെ കരുതുന്നത്. ഒരു തവണ തങ്ങളെ ക്ഷണിച്ചില്ലെങ്കിൽ എന്താണ് ഇത്തവണ ഞങ്ങളെ ക്ഷണിക്കാത്തത് എന്ന് അവർ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. അത്രയധികം ഈ നവരാത്രി കാലത്തെ സംഗീത സദസ്സുകൾക്ക് അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ സംഗീത സദസ്സ് കഴിഞ്ഞിട്ട് 9 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഇവരെല്ലാവരും തിരിച്ച് നാഞ്ചിനാട്ടേക്ക് മടങ്ങും. ഗംഭീരമായ യാത്രയപ്പാണ് കൊടുക്കുക ഈ വിഗ്രഹങ്ങൾക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പൗരാവലിയാണ് കൊടുക്കുന്നത്. നേരത്തെ ആണെങ്കിൽ രാജാവ് തന്നെ നേരിട്ട് ഈ വിഗ്രഹങ്ങളെ അകമ്പടി സേവിച്ചുകൊണ്ട്
പൂജപ്പുര വരെ പോകുമായിരുന്നു. ഈ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തിന് ആ പേര് കിട്ടിയത് തന്നെ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. അതിനു മുമ്പ് ചാടിയറ എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നന്നങ്ങാടികൾ, ബെറിയൽ ജാർസ് കിട്ടിയിരുന്നു ആ പ്രദേശത്ത് നിന്ന്. ഈ ബെറിയൽ ജാറുകൾക്ക് നന്നങ്ങാടികൾക്ക് ചാടി എന്ന് തെക്കൻ മലയാളത്തിലെ ഒരു പ്രയോഗമുണ്ട്. അങ്ങനെയാണ് പൂജപ്പുര ചാടിയറയായിട്ട് അറിയാനിടയായത്. അതൊക്കെ മാറിയിട്ട് ഈ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അവിടെ മനോഹരമായ ഒരു കരിങ്കൽ മണ്ഡപം പണിഞ്ഞു. ആ മണ്ഡപം നമുക്ക് ഇന്നും പൂജപ്പുര കാണാൻ പറ്റും. ആ മണ്ഡപത്തിൽ വെച്ചാണ് അന്ന് ആയുധ പൂജ നടത്തിയിരുന്നത്. ഈ ആയുധ പൂജ ഗംഭീരമായിട്ട് നടക്കുമെന്ന് തിരുവിതാംകൂറിലെ പട്ടാളം അതിൽ പങ്കെടുക്കും. അങ്ങനെ ആ ആഘോഷങ്ങളെല്ലാം തന്നെ അവിടെ രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ നടന്നിരുന്നു. ക്രമേണ രാജാവിന് വിശ്രമിക്കാനായിട്ട് അവിടെ ഒരു കൊട്ടാരം വന്നു. ആ കൊട്ടാരത്തിൻ്റെ പേര് വിജയവിലാസം കൊട്ടാരം എന്നാണ്. അവിടെ വിജയദശമിക്കാണ് പൂജപ്പുര വിശേഷാലായിട്ടുള്ള പൂജയൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് ആയുധ പൂജയൊന്നും അവിടെ നടക്കാറില്ല. പക്ഷേ പൂജപ്പുര മണ്ഡപം ജനങ്ങൾ ഏറ്റെടുത്ത് അവിടുത്തെ പൂജയൊക്കെ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. അവിടെ തൊട്ടടുത്ത് ഒരു സരസ്വതി ക്ഷേത്രവും ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇതാണ് പൂജപ്പുരയുടെയും ചരിത്രം. തിരുവനന്തപുരത്തെ സ്ഥലനാമങ്ങൾ, ഒരുപാട് സ്ഥലനാമങ്ങളുണ്ട്. പക്ഷെ ഇത്ര മനോഹരമായൊരു സ്ഥലനാമം വേറെ ഉണ്ടാവില്ല. പൂജപ്പുര എന്ന പേര് അന്വർത്ഥമാക്കത്തക്കവണ്ണം ഒരു കാലത്ത് പൂജപ്പുരയെ പഴയ കാലത്ത് വളരെ പവിത്രമായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. സാന്ദർഭികമായതുകൊണ്ട് പറയട്ടെ, പൂജപ്പുരയുടെ ചരിത്രം കുറച്ചുകൂടി പറയാനുണ്ട്. അതിൽ അവിടെ മനോഹരമായൊരു മന്ദിരമുണ്ട്. ആ മന്ദിരം മാൻഡർലിൻ ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. മാൻഡർലിൻ ഹൗസ് എന്ന് പറയുന്നത് വിശാഖം തിരുനാൾ രാമവർമ്മ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു സൗധമാണ്. ആ സൗധം ഇപ്പോഴും അവിടെ ഉണ്ട്. മാൻഡർലിൻ ഹൗസ് ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു ബാൻഡ് വായിക്കാനുള്ള ഒരു അനുബന്ധ മന്ദിരം കൂടി ഈ മാൻഡർലിൻ ഹൗസിനോട് അനുബന്ധിച്ച് ഉണ്ട്. ആ മാൻഡർലിൻ ഹൗസ് തിരുവനന്തപുരത്തെ കൊളോണിയൽ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ മന്ദിരങ്ങളിൽ ഒന്നാണ്. പൂജപ്പുരയുടെ ഗതകാല ചരിത്രം പറയുകയാണെങ്കിൽ അല്പം കൂടി പറയാനുണ്ട്. ചെങ്കള്ളൂർ ക്ഷേത്രം പൂജപ്പുരയാണ്. ഒരു പഴയ കാലത്തെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാണ് ചെങ്കള്ളൂർ ക്ഷേത്രം. അതുപോലെ തന്നെ പ്രശസ്തങ്ങളായ അനവധി പ്രഭു കുടുംബങ്ങൾ ഈ പൂജപ്പുരയെ ചുറ്റിപ്പറ്റി ഉണ്ട്. ഒരു കാലത്ത് ഗുരു ഗോപിനാഥിനെ തിരുവിതാംകൂർ രാജാവ് അവരുടെ പാലസ് ഡാൻസറായിട്ട് നിയമിക്കുകയുണ്ടായി. അക്കാലത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ ഒരു നൃത്ത വിദ്യാലയം അന്നത്തെ ഗവൺമെൻറ് തുടങ്ങി. ആ നൃത്ത വിദ്യാലയം നിലകൊള്ളുന്ന സ്ഥലത്താണ് ഇപ്പോൾ സിദ്ധവൈദ്യശാല പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിജയവിലാസം കൊട്ടാരത്തിൻ്റെ സമീപത്താണ് ഒരു ആയുർവേദ കോളേജിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ പഞ്ചകർമ്മ വിഭാഗത്തിൽ ഉള്ള ചികിത്സയ്ക്ക് വരുന്നവരെയും ഒക്കെ പരിപാലിക്കുന്ന ഒരു വിഭാഗവും ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ പൂജപ്പുരയുടെ ആണ് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയായ മഹിളാ മന്ദിരം ചിന്നമ്മ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥാലയം തുടങ്ങി. ആ അനാഥാലയം ഇന്നും നല്ല നിലയിൽ അവിടെ
പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സ്കൂള് ഈ മഹിളാ മന്ദിരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൂജപ്പുരയുടെ മറ്റ് സവിശേഷതകൾ. പക്ഷേ ആളുകൾ പൂജപ്പുര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് അവിടെയാണ് സെൻട്രൽ പ്രിസൺ എന്നുള്ളതാണ്. ശരിയാണ്, സെൻട്രൽ പ്രിസൺ പൂജപ്പുരയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സെൻട്രൽ പ്രിസൺ വരുന്നത്, ആദ്യകാലത്ത് സെൻട്രൽ പ്രിസൺ എന്ന് പറയുന്നത് കോട്ടയ്ക്കകത്ത് തന്നെയായിരുന്നു. ആ സെൻട്രൽ പ്രിസൺ പിന്നീടാണ് പൂജപ്പുരയിലേക്ക് മാറ്റിയത്. പൂജപ്പുരയിലെ സെൻട്രൽ പ്രിസൺ മാത്രമല്ല, പ്രിസണുമായി ബന്ധപ്പെട്ട വേറെയും ചില സ്ഥാപനങ്ങളും പൂജപ്പുര പ്രവർത്തിക്കുന്നുണ്ട്. ആ മനോഹരമായ പേര് ആരും മാറ്റാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നവരാത്രി ആഘോഷങ്ങളുടെ സവിശേഷത ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇന്ന് 2 സംസ്ഥാനങ്ങളായി. തമിഴ്നാടും അല്ലെങ്കിൽ കന്യാകുമാരി ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായി. പക്ഷേ ഈ നവരാത്രി ആഘോഷങ്ങളെ വൈകാരികമായി ഈ 2 സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്നു എന്നത് വളരെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളുടെ യാത്രയയപ്പിന് തമിഴ്നാട്ടിലെ ഒരു മന്ത്രി പങ്കെടുക്കാറുണ്ട്. അതുപോലെ വിഗ്രഹങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ ഒരു കേരളത്തിലെ ഒരു മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രാദേശികവാദം മുഴക്കി അകന്നു പോകുമോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഒരു തടയിടുവാനും ഇത്തരം പഴയ ചില ആഘോഷങ്ങൾക്ക് കഴിയും എന്നത് ആഹ്ലാദകരമായ ഒന്നാണ്.